ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് അയലമീൻ വെച്ചിട്ട് നല്ലൊരു റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണട്ടോ. അപ്പോൾ നമ്മുടെ അയലമീൻ വെച്ചിട്ടുള്ള റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുക്കുക. പാൻ നല്ല പോലെ ചൂടായി വരുമ്പം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ വലിയ ജീരകം മൂത്തിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ആ ഒരു ടൈമിൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതാ സവാള ഞാൻ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികളാട്ടോ ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് വറുത്ത് പൊടിച്ച ഉലുവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 പഴുത്ത തക്കാളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ആ തക്കാളിക്ക് ഒന്ന് വഴന്ന് വരുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അയലമീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുഞ്ഞ് അയലമീനാട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാ നോർമൽ മസാലയിൽ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മീനിലേക്ക് മസാല നല്ല പോലെ ആവുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ മെല്ലെ മിക്സ് ചെയ്തെടുത്താൽ മതി. മീൻ പൊട്ടിയൊന്നും പോകാതെ ശ്രദ്ധിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അയലമീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.